നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് മഴയുടെ സാധ്യത വരും മണിക്കൂറിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. പ്രധാനമായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലയിൽ ഏറ്റവും കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യത, വിവിധ ജില്ലകളിൽ മഴ പെയ്യുമെങ്കിലും തെക്കൻ ജില്ലകളിലാണ് ഏറ്റവും ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ സംസ്ഥാനത്ത് 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ രീതികളിൽ തെക്കൻ കേരളത്തിൽ വേനൽമഴ ശക്തമായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി ജില്ലയിലാണ് ഇന്നലെ ഉച്ച മുതൽ മഴ തിമിർത്ത് പെയ്തത്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്തിരുന്നു. കനത്ത മഴയിൽ ഇടുക്കിയിൽ കല്ല് ദേഹത്ത് വീണ് തൊഴിലാളി മരിച്ചു. പത്തനംതിട്ടയിൽ ഇടിമിന്നലേറ്റ് 7 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അതിൽ 1 മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ ഇടങ്ങളിൽ വെള്ളം കയറി നാശം സംഭവിച്ചു. കനത്ത വേനൽ മഴയിൽ ഇടുക്കിയിൽ 1 മരണവും കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മുണ്ടക്കയത്ത് 7 തൊഴിലുറപ്പ് തൊഴിലാളികൾക്കാണ് മിന്നലേറ്റത്. നെടുങ്കണ്ടത്ത് 1 വീടും പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ട നഗരത്തിലെ 2 ബാങ്കുകളിൽ വെള്ളം കയറി. സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ 4 ജില്ലകളിൽ അതിശക്തമായ മഴ മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലയിലാണ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉയർന്ന തിരമാല, കള്ളക്കടൽ ജാഗ്രത നിർദ്ദേശം തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ കാപ്പിൽ മുതൽ പൂവാറ് വരെ ശക്തമായ കടൽ തിരമാല ഉണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ന് രാവിലെ 11:30 വരെ 0.9 മുതൽ 1.1 മീറ്റർ വരെയും, കൊല്ലം ജില്ലയിൽ അതായത് ആലപ്പാട് മുതൽ ഇടവ വരെ ഇന്ന് രാവിലെ 11:30 വരെ 0.9 മുതൽ 1.0 മീറ്റർ വരെയും കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിലവിലെ സാഹചര്യത്തിൽ ഈ കന്യാകുമാരി തീരത്തൊക്കെ തന്നെ വളരെ ശക്തമായ മഴ പെയ്തിരിക്കുകയാണ്. കന്യാകുമാരി തീരത്ത് ഇന്ന് രാവിലെ 11:30 വരെ 1.1 മുതൽ 1.2 മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ആ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക എന്ന നിർദ്ദേശം കൂടി വരികയാണ്. കഴിഞ്ഞ ദിവസം അയ്യാവാണ് മരിച്ച തമിഴ്നാട് സ്വദേശിയാണ് കഴിഞ്ഞ ദിവസം മഴയിൽ മരിച്ചത്. അയ്യപ്പൻ കോവിൽ സുൽത്താനിയയിൽ താമസിക്കുന്ന തമിഴ്നാട് സ്വദേശി അയ്യാവാണ് മരിച്ചത്. ഏലത്തോട്ടത്തിൽ ജോലി ചെയ്യുമ്പോൾ ഉയർന്ന പ്രദേശത്ത് നിന്ന് മണ്ണും കല്ലും ദേഹത്തേക്ക് പതിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മുണ്ടക്കയത്ത് കീജമ്പാറ ഭാഗത്ത് തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന 7 തൊഴിലാളികൾക്ക് ഇടിമിന്നലേറ്റു. 5 പേരെ മുണ്ടക്കയം സർക്കാർ ആശുപത്രിയിലും 2 പേരെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആർക്കും പരിക്ക് ഗുരുതരമല്ല എന്ന റിപ്പോർട്ട് വരുമ്പോഴും 1 മരണം സ്ഥിരീകരിച്ചു എന്ന റിപ്പോർട്ടുണ്ട്. പക്ഷെ അതിന്റെ സത്യാവസ്ഥ ഇനിയും പുറത്തു വന്നിട്ടില്ല. നെടുങ്കണ്ടത്ത് പ്രകാശ് ഗ്രാമം പാറയിൽ ശശീന്ദ്രന്റെ വീട്ടിലാണ് ഇടിമിന്നലേറ്റത്. വീടിനകത്ത് വയറിംഗ് കത്തി നശിച്ചു. വീട്ടിൽ ഉണ്ടായിരുന്നവർ അത് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പത്തനംതിട്ട അബ്ബാൻ ജംഗ്ഷനിലെ യൂണിയൻ ബാങ്കിലും കാനറ ബാങ്കിലും ഉള്ളിൽ വെള്ളം കയറി. യൂണിയൻ ബാങ്കിൽ 2.5 അടിയോളം വെള്ളം നിറഞ്ഞു. കനത്ത മഴയും മുന്നിലെ ഓട അടഞ്ഞതുമാണ് പെട്ടെന്ന് വെള്ളം ഇരച്ചു കയറാൻ കാരണമായത്. റോഡിൽ നിന്ന് 2 അടിയിൽ അധികം താഴ്ചയിലാണ് കെട്ടിടത്തിന്റെ താഴത്തെ നില. സമീപത്തെ 3 ATM കൗണ്ടറുകൾക്കുള്ളിലും വെള്ളം കയറി. ഫയർഫോഴ്സ് 1.5 മണിക്കൂറോളം പരിശ്രമിച്ചാണ് ബാങ്കിനുള്ളിൽ നിറഞ്ഞ വെള്ളം പമ്പ് ചെയ്ത് പുറത്തു കളഞ്ഞത്. കാര്യമായ നഷ്ടങ്ങളൊന്നും തന്നെ ബാങ്കിൽ സംഭവിച്ചിട്ടില്ലെന്നാണ് ബാങ്ക് ജീവനക്കാർ പറയുന്നത്. പ്രകാശ് ഗ്രാമം സ്വദേശി ശശീന്ദ്രന്റെ വീട്ടിൽ ഇടിമിന്നലേറ്റാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചത്. കോട്ടയം മുണ്ടക്കയത്താണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. എന്തായാലും പത്തനംതിട്ടയിൽ കനത്ത മഴയെ തുടർന്ന് അബ്ബാൻ മേൽപ്പാലത്തിന് സമീപത്തെ കാനറ ബാങ്കിൽ വെള്ളം കയറി. നഗരത്തിൽ വെള്ളക്കെട്ടും രൂപപ്പെട്ടു. അഗ്നിശമന സേനാംഗങ്ങൾ മോട്ടോർ ഉപയോഗിച്ചാണ് വെള്ളം പമ്പ് ചെയ്ത് കളഞ്ഞത്. വേനൽ മഴ 2 ദിവസം കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട, മലപ്പുറം, വയനാട് ജില്ലയിലും മഴ മുന്നറിയിപ്പുണ്ട്. തെക്കൻ തമിഴ്നാടിന് മുകളിലും തെക്കൻ ആൻഡമാൻ കടലിന് മുകളിലുമായി നിലനിൽക്കുന്ന ചക്രവാത ചുഴിയും അറബിക്കടലിൽ നിന്നും ബംഗാൾ ഉൾക്കടലിൽ നിന്നും വരുന്ന കാറ്റുമാണ് മഴയ്ക്ക് കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കന്യാകുമാരി തീരത്ത് രാത്രി വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യത ഏറെയാണ്. മാത്രമല്ല, സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുമോ എന്നൊരു ഭീതി അടക്കമുള്ളവ ഈ ഗവേഷകർ
നിരീക്ഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ ഭീതിയുടെ കാരണത്താൽ തന്നെ പലയിടങ്ങളിലും സംസ്ഥാനത്ത് മഴ പെയ്യുമ്പോൾ ജനങ്ങൾക്ക് ചെറിയൊരു ഭീതി ഉയരുന്നുണ്ട്. എന്തായാലും കാലാവസ്ഥാ കേന്ദ്രത്തിനൊപ്പം തന്നെ രാജ്യാന്തര കാലാവസ്ഥാ ഗവേഷണ ഏജൻസികളും പറയുന്നത് വേനൽ മഴ സാധാരണയിൽ കൂടുതൽ ലഭിക്കും എന്ന് തന്നെയാണ്. മഴയുടെ ഇടവേളയിൽ അസാധാരണ ചൂടും കേരളത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത്. 7 ഏജൻസികളിൽ 6ന്റെയും പ്രവചനം ഇങ്ങനെ തന്നെയാണ്. അതായത് വേനൽ മഴ ശക്തമാകും, അപ്പോഴും ഇടവേളകളിൽ ശക്തമായ ചൂടായിരിക്കും സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ കാലാവസ്ഥാ ഏജൻസികളായ CS3, CMWF, അമേരിക്കയിലെ NCEP, ജപ്പാനിലെ JMA, ലോക കാലാവസ്ഥാ സംഘടന, കൊറിയൻ APCC എന്നിവയാണ് ശക്തമായ മഴ നിരീക്ഷിക്കുന്നത്. ബ്രിട്ടനിലെ മെറ്റ് ഓഫീസിന്റെ പ്രവചനവും സാധാരണ മഴയാണ് എന്നുള്ളതാണ്. ഉരുൾപൊട്ടൽ വരെ ഉണ്ടാകുന്ന മഴ ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് IMD ചൂണ്ടിക്കാണിക്കുന്നത്. IMD ചൂടിന്റെ തീവ്രത എത്രമാത്രമുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. ജപ്പാൻ ഏജൻസിയും അതുപോലെ തന്നെ IMDയും ഒഴികെയുള്ളവർ സാധാരണത്തെക്കാൾ കൂടുതൽ ചൂടും പ്രവചിക്കുന്നുണ്ട്. ഒപ്പം അതുപോലെ തന്നെ ഇതിനോടകം തന്നെ ചിലയിടത്ത് ഉഷ്ണതരംഗം രേഖപ്പെടുത്തി ഉണ്ട്. അതുപോലെ തന്നെ മഴ മെയ് പകുതി വരെ ഏറിയും കുറഞ്ഞും തുടരുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. IMD കണക്കിൽ മാർച്ച് 1 മുതൽ ഏപ്രിൽ 4 വരെ കിട്ടേണ്ടത് 42.9 മില്ലിമീറ്റർ മഴയാണെങ്കിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 86.9 മില്ലിമീറ്റർ മഴയാണ്. അതായത് ഏകദേശം 103% കൂടുതലാണ് ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തിരിക്കുന്നത്. മറ്റ് ജില്ലകളിൽ ഇരട്ടിയിലധികം മഴ ഏതായാലും ലഭിച്ചിട്ടുണ്ട്. വേനലിൽ തുടക്കം മുതൽ തന്നെ ചൂട് ഉയരാനുള്ള പാലക്കാട് ഇത്തവണ 31.3 മില്ലിമീറ്റർ മഴയാണ് സാധാരണ ലഭിക്കേണ്ടതെങ്കിൽ ഇത്തവണ അത് 86.1 മില്ലിമീറ്റർ ആണ്. പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചൂട് ലഭിക്കേണ്ടത്. എന്നാൽ അവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ 47% കുറവാണ്. ഇവിടെ 18.4%, വേണ്ടിടത്ത് 9.8 മില്ലിമീറ്റർ മാത്രമാണ് പെയ്തത്. വേനലിൽ കഠിനമായ ചൂടിന്റെ സാധ്യത ആദ്യം നിരീക്ഷിച്ചുവെങ്കിലും പിന്നീട് ഉത്തരേന്ത്യയിലെ കാലാവസ്ഥയിൽ ഉണ്ടായ മാറ്റമാണ്, പൊടുന്നനെ ഉണ്ടായ മാറ്റമാണ് ഇത്തരത്തിൽ ഇപ്പോഴുള്ള സ്ഥിതി ഉണ്ടാകാനുള്ള കാരണമെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത്. മഴ കുറഞ്ഞത് കടുത്ത ചൂടിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ്. അവർ ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വ്യക്തമാക്കുകയാണ്. 2018 ഏതാണ്ട് ഈ രീതിയിലാണ് വേനൽ മഴ ലഭിച്ചത് എന്നും അവർ സൂചിപ്പിക്കുന്നുണ്ട്. മെയ് അവസാനമാണ് കാലവർഷം പ്രവചനം നടത്താറുള്ളത്. എന്നാൽ ഇപ്പോൾ വളരെ നേരത്തെ തന്നെ പ്രവചിക്കുന്നു. കാരണം മെയ് പകുതി വരെ തന്നെ സംസ്ഥാനത്ത് കാലാവസ്ഥകൾ മാറി മറിയാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്.